ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നീളത്തിലഞ്ഞിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഉള്ളി വഴറ്റി എടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും ചേർത്ത് വീണ്ടും പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണേ. അടച്ചു വെച്ച് ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. പക്ഷേ വെള്ളം കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഒരു വിസിലടിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. കറി അത്യാവശ്യം ഒന്ന് വീണ്ടും തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ചെറിയുള്ളി ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ്. ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കണേ.